ഇതിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. ഇതല്ലേ, ഈ ഒരു ഹോള് മാത്രമാണ് ഇതിൽ അടയാത്തുള്ളത്. ബാക്കി കംപ്ലീറ്റ് ഹോൾസും അടഞ്ഞു കിടക്കുകയാണ്. ഈ ഒരൊറ്റ ഹോള് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാം പോയി. അപ്പം ഗൈസ്, ഇതൊരു 2015 മോഡൽ സ്വിഫ്റ്റ് ആണ്. ഞാൻ ഇതിൻ്റെ EGR അയക്കാൻ വേണ്ടി തുടങ്ങുകയായിരുന്നു. അപ്പം EGR നല്ല രീതിയിൽ ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പം നിങ്ങളുടെ വണ്ടിയിലൊക്കെ EGR എത്രത്തോളം ബ്ലോക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാം. ഈ ഒരു സാധനം കണ്ടില്ലേ, ഇതിൻ്റെ EGRൻ്റെ ലൈനിലേക്ക് വരുന്ന ഇൻലെറ്റിൻ്റെ പൈപ്പാണ്. ഇത് അയക്കുക. ഇത് അയച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ കഴിയും നല്ല രീതിയിൽ കരി അടഞ്ഞ്. ഇത് EGRൻ്റെ വാൽവ് ഇങ്ങനെ വളഞ്ഞ് വന്നിട്ട് ഇതിലേക്ക് ഇവിടേക്കാണ് എയർ തള്ളുന്നത്. അപ്പം ഇതിവിടേക്ക് നല്ല രീതിയിൽ കരി ഇങ്ങനെ കയറും. ഓക്കെ, ഇവിടെയാണ് ഉണ്ടാവുക. പിന്നെ ഉള്ളിലത്തെ അവസ്ഥ എന്താ ഞാൻ കാണിച്ചു തരാം. ഉള്ളിലത്തെ കാണാൻ കുറച്ചൊന്ന് ഇടങ്ങേറാണ്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഈ സെൻറ്ററിലുള്ള സാധനമാണ് EGRനെ വളഞ്ഞിട്ട് വരുന്ന ഇതൊക്കെ ഫുള്ള് അടഞ്ഞു കിടക്കുകയാണ്. പിന്നെ സൈഡിലൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര സിമ്പിളാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ EGR എത്രത്തോളം ബ്ലോക്ക് ഉണ്ട്, എത്രത്തോളം കരി അടിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സിമ്പിളാക്കി നോക്കാം. ഈ ഒരു സാധനം അയച്ചിട്ട് നേരെ നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. അതിന് വേണ്ടി ഫസ്റ്റ് ബാറ്ററി അയക്കുക, അവിടുത്തെ 3 10 വോൾട്ടും പൈപ്പ് അയച്ചാൽ നമുക്ക് ബ്ലോക്ക് എത്രത്തോളം ഉണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ എന്തായാലും ഇതിൻ്റെ EGR കംപ്ലീറ്റ് അയച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മുടെ വണ്ടിയിലെ EGRൻ്റെ യൂണിറ്റ് കംപ്ലീറ്റ് അയച്ചു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ EGRൻ്റെ യൂണിറ്റ്. ഓക്കെ, ഇതാണ് അതിൻ്റെ സോളിനോട് സ്വിച്ച് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല രീതിയിൽ അടഞ്ഞ് കിടക്കുന്നുണ്ട്. അതേപോലെ ഇതിലേക്ക് ഇവിടെയാണ് മറ്റേ EGRൻ്റെ ലൈന് വരുന്നത്, പൈപ്പ് പുറത്തേക്ക് ഉള്ളത്. പിന്നെ ഇതാണ് EGRൻ്റെ നമ്മൾ ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് കൊടുക്കുന്ന ലൈന്. അതിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. ഇതല്ലേ, ഈ ഒരു ഹോള് മാത്രമാണ് ഇതിൽ അടയാത്തുള്ളത്. ബാക്കി കംപ്ലീറ്റ് ഹോൾസും അടഞ്ഞു കിടക്കുകയാണ്. ഈ ഒരൊറ്റ ഹോള് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാം പോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സെൻസറാണ്, ഇതിലേക്കൊക്കെ അത്യാവശ്യം അടിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നേ ഉള്ളൂ. അതേപോലെ മാനിഫോൾഡ് അയക്കുന്നില്ല, അതെങ്ങനെയും നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നേ ഉള്ളൂ, മൊത്തം അയച്ച് ചെയ്യുന്നില്ല. പിന്നെ അതിൻ്റെ നേരത്തെ കാണിച്ചെന്ന പൈപ്പും കേട്ടോ. ഇത്രയാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ EGRൻ്റെ ഈ ബോൾട്ടൊക്കെ അയച്ചിട്ട് ഒന്നുകൂടി അയച്ച് പീസാക്കി, ഉള്ളിൽ നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടാവും, അതൊക്കെ ക്ലീൻ ചെയ്യണം. എന്തായാലും അയച്ച് പീസാക്കിയിട്ട് ബാക്കി സംഭവങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ നോക്കാം. നമ്മുടെ അയച്ചിട്ടുള്ള സീൻ ഇതാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ കരി കാണുന്നുണ്ട്. അതേപോലെ EGRൻ്റെ വാൽവ് അതിൻ്റെ ഉള്ളിലേക്കാണ് വരുന്നത്, അവിടെയും നല്ല രീതിയിൽ കരി കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇതെന്തായാലും കംപ്ലീറ്റ് മൊത്തം അയച്ച് വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അവസ്ഥ, ശരിക്കുള്ള അവസ്ഥ എന്താണെന്ന് കാണിച്ചു തരാം. അപ്പം മച്ചാമാരെ, നമ്മളെ ക്ലീനിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് EGRലൊക്കെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് കാർബൺ, ഫുള്ള് കാർബൺ അടിച്ച് നാശം എടുക്കുന്നത്. ഇതാണ് നമ്മളെ EGRൻ്റെ ആ സാധനം പറഞ്ഞിട്ടുള്ളത്, ഉള്ളിലേക്ക് ഇൻടേക്കിൻ്റെ ആയിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഉണ്ടായിരുന്ന സാധനമാണ് നിങ്ങളാ കണ്ടത്. ഓക്കെ, എന്തായാലും ഇതും ക്ലീൻ ചെയ്തിട്ടുണ്ട്. EGRൻ്റെ ആ പൈപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. EGRൻ്റെ കൂളിങ്ങിൻ്റെ ഇതാണ് വരുന്നത്, അത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. EGR യൂണിറ്റ് ഇതാണ്, അത് നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കാട്ടും വൃത്തിയാവട്ടോ, ഇനിയും മെനക്കെട്ടിരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇനിയും ക്ലീൻ ആക്കാൻ കഴിയും. ഓക്കെ, എന്തായാലും ഈ സാധനങ്ങളൊക്കെ നമുക്ക് നേരെ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ട് എന്താ അവസ്ഥ നോക്കാം. അതേപോലെ മാനിഫോൾഡിൻ്റെ ഉള്ളിലും കഴിയുന്ന പോലെ ഉള്ളിലേക്കുള്ളതൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഒരുവിധമൊക്കെ ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇതിനെ ഇൻലെറ്റ് മാനിഫോൾഡിലൂടെ അയച്ച് ചെയ്യേണ്ടതായിരുന്നു. കസ്റ്റമർ പറഞ്ഞ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പം കഴിയുമ്പോഴുള്ള അവിടുത്തെ ക്ലീൻ ചെയ്തിട്ട് നമ്മളിപ്പം EGR മാത്രം ക്ലീൻ ചെയ്ത് കയറ്റുകയാണ് കേട്ടോ. എന്തായാലും നമുക്ക് കയറ്റി സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കി നോക്കാം. അപ്പം മച്ചാമാരെ, 1,00,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്കെ നീറ്റാണ്. ഓക്കെ, ഇനി എന്തായാലും നമ്മൾ വണ്ടീൻ്റെ പുക എന്താ അവസ്ഥ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം റൈസ് ആക്കിയിട്ട്. അപ്പം മച്ചാന്മാരെ, നമ്മുടെ വണ്ടിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പം ഞാൻ ഓൾറെഡി ഇതിൻ്റെ EGR ക്ലീൻ ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തൊന്നല്ലായിരുന്നു. ഞാനിപ്പം അതായത് ഞാൻ ഫസ്റ്റ് എത്രത്തോളം സ്മോക്ക് ഉള്ള വീഡിയോ എടുക്കാഞ്ഞത്. ഞാനപ്പോൾ EGRൻ്റെ ടോപ്പ് അയച്ചപ്പോൾ തന്നെ നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട്. അന്നപ്പോൾ ഞാൻ അത് എടുത്തേക്കാന്ന് വിചാരിച്ചത്. EGRും ഇന്റർകൂളർ, അതേപോലെ ഓയിൽ സെപ്പറേറ്ററിന്റെ ഫിൽറ്റർ എന്നീ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുള്ളത്. EGRൽ നല്ല രീതിയിൽ വന്ന് അടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇന്റർകൂളറിന് അത്യാവശ്യം ഓയിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ ഓയിൽ സെപ്പറേറ്ററിന്റെയും അതേപോലെ ടെർബോന്റെയും നേരെ ലീക്ക് കൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഓയിൽ വരുന്നത്.
ഇപ്പോൾ ഓൾമോസ്റ്റ് 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊക്കെ എന്തായാലും ഓയിലൊക്കെ ലീക്കേജ് വരും ടർബോൻ്റെയൊക്കെ. അതിപ്പോൾ എത്ര ക്ലിയർ ആക്കിയാലും കുറച്ച് ദിവസമൊക്കെ വന്നുകൊണ്ടേ ഇരിക്കും. ഇതിപ്പോൾ 1,00,000 കിലോമീറ്ററിൽ എനിക്ക് തോന്നുന്നു ഇതുവരെ ക്ലീൻ ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രത്തോളം ഓയിലും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവരുടെ വണ്ടിയും ഒരു 40,000, 60,000 അല്ലെങ്കിൽ 80,000 ഉള്ളിൽ എന്തായാലും EGR ക്ലീൻ ചെയ്യാൻ നോക്കുക. അല്ലെ നല്ല മുട്ടം പണി കിട്ടും. നമ്മുടെ എഞ്ചിൻ്റെ വാൽവിലൊക്കെ ഈ കരി വന്ന് അടിഞ്ഞ് ആകെ വാൽവിൻ്റെ സീറ്റിംഗ് ഒക്കെ പോകും. ലാസ്റ്റ് എഞ്ചിൻ പണി എടുക്കേണ്ട സിറ്റുവേഷൻസ് ആണ് എത്തുക. അപ്പം നിങ്ങളുടെ വണ്ടി ഏത് ഡീസൽ വണ്ടിയാണോ അത് ഉള്ളത് വൃത്തിയിൽ എയർ ഫിൽറ്ററൊക്കെ മാറ്റി വൃത്തിക്ക് കൊണ്ടുനടക്കുക. ഇങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ സീനുകൾ വരുന്നത്. അപ്പോൾ ഉള്ള വണ്ടി നീറ്റാക്കി വൃത്തിക്ക് കൊണ്ടുനടക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലുള്ള മറ്റ് മെക്കാനിക്കൽ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും മെക്കാനിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലോ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.